ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയില് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പില് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 തസ്തികയില് 2ാം റാങ്ക് വാങ്ങിയ സ്നേഹയുടെ ഒപ്പമാണ്. അപ്പോ സ്നേഹ സെനിത്ത് അക്കാഡമിയുമായി എങ്ങനെയാണ് ബന്ധപ്പെടാൻ കാരണം, അല്ലെങ്കിൽ സെനിത്തിലേക്ക് വരാനുള്ള സാഹചര്യം എന്താണ്, സ്നേഹ പഠിച്ച കോളേജ്, സ്നേഹയുടെ സിറ്റുവേഷൻസ്, അതോടൊപ്പം തന്നെ ഈ റാങ്കിലേക്ക് സ്നേഹ 2ാം റാങ്കിലേക്ക് കുതിച്ചെത്താനായിട്ട് സ്നേഹ എങ്ങനെയാണ് പരിശ്രമിച്ചത്, ഇക്കാര്യങ്ങളെല്ലാം അറിയാൻ ഞങ്ങൾക്ക് സ്നേഹയുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വളരെ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ഞങ്ങൾ വന്നത്. അപ്പൊ സ്നേഹയ്ക്ക് പറയാം സ്നേഹയുടെ അനുഭവങ്ങൾ, സെനിത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്നേഹയ്ക്ക് എങ്ങനെ ബെനിഫിഷ്യലായി, അവിടുത്തെ ക്ലാസ്സുകളാണോ, അവിടുത്തെ റാങ്ക് ഫെയിൽ ആണോ, അതോ അവിടുത്തെ ഫാക്കൽറ്റി എന്താ പറയാ ടെസ്റ്റുകളാണോ, അതോ ഇൻ കേസ് നമ്മുടെ എന്താണ് ഇതിന്റെ ആപ്പ് വരെ ഉണ്ട് അല്ലേ, സെനിത്തിന്റെ ആപ്പ് വരെ ഉണ്ട്, ആപ്പ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെ യൂസ്ഫുൾ ആയി, എങ്ങനെയാണ് ഈ 2ാം റാങ്കിലേക്ക് കുതിച്ചെത്താൻ പറ്റും, ഇത്രയും പേര് പിന്നിലാക്കി 2ാം റാങ്കിലേക്ക് കുതിച്ചെത്താൻ കാരണം എന്താ? എന്റെ പേര് സ്നേഹ, ഞാൻ കോഴിക്കോട് ഗവൺമെന്റ് കോളേജിലാണ് പഠിച്ചത്. ഞാൻ 24 പാസ് ഔട്ടാണ്. അതുകൊണ്ട് പാസ് ഔട്ട് ആയി 6 മാസം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോഴെല്ലാം ടെൻഷൻ ആയിരുന്നു ഉള്ളിൽ, എങ്ങനെ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് PSC ആണ്. പിന്നെ ഞങ്ങൾ അപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് പാലക്കാട് ജില്ലയിൽ വെറും 4 വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ സീനിയേഴ്സ്, പാലക്കാട് ജില്ലയിലെ ഹെൽത്ത് സർവീസിലെ ഫസ്റ്റ് റാങ്കുള്ള സീനിയേഴ്സാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്, സെനിത്തിൽ നീ ജോയിൻ ചെയ്യുക, അവരുടെ ക്ലാസ് എല്ലാം നല്ലതാണ്. അങ്ങനെ അവർ പറഞ്ഞിട്ടാണ് ഞാൻ സെനിത്തിനെ കുറിച്ച് ഇൻസ്റ്റയിൽ ആദ്യം സ്ക്രോൾ ചെയ്ത് അവരുടെ എല്ലാ വ്യൂസും നോക്കിയത്. അതിനുശേഷം ഞാൻ പോയിട്ട് സാറിനെ കോണ്ടാക്ട് ചെയ്തു, സെനിത്തിൽ അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്തതിന് ശേഷം പിന്നെ ഒരു ക്ലാസ് ഞാൻ ലൈവ് ക്ലാസ് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കി. എല്ലാം അറ്റൻഡ് ചെയ്തിട്ട് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു ട്യൂട്ടേഴ്സ്. ട്യൂട്ടേഴ്സിന്റെ എല്ലാ ക്ലാസ്സും നമ്മൾ ഡോക്ടേഴ്സ് എടുക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം മാതിരി ആ ക്ലാസ് എല്ലാവരും പറയുന്ന 1-2 പേരുകൾ, അല്ലമീൻ സാർ, ലൈവ് ക്ലാസ്സിൽ തന്നെ ഇരുന്നാൽ തന്നെ കുറെ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ബുക്കിലുപരി അവരുടെ എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ, പിന്നീട് വീണ്ടും നമുക്ക് ടെക്സ്റ്റ് വായിച്ചാൽ കിട്ടും. ആ ഒരു രീതിയിലായിരുന്നു ക്ലാസ്. പിന്നെ നമ്മള് ബുക്കിൽ ഇല്ലാത്ത കറന്റ് അഫയേഴ്സ് വരെ സാറ് നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മുടെ അതെല്ലാം നമ്മുടെ അടുത്ത് പറയുകയും ചെയ്യും. ടെക്സ്റ്റിൽ നോട്ട് ചെയ്ത് വെക്കും, ഇന്ന പാട്ടിൽ തന്നെ അത് എഴുതി വെക്കും. അപ്പൊ നമുക്ക് പിന്നീട് അത് വായിക്കുമ്പോൾ, ആ കോഡ് വായിക്കുമ്പോൾ ആ ഭാഗത്ത് ഇതാണ് ഉള്ളതെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു സെനിത്തിന്റെ ക്ലാസ്സുകൾ. അതേപോലെ തന്നെ പ്രത്യേകിച്ച് പറയുന്നതാണ് റാങ്ക് ഫയല്. റാങ്ക് ഫയലിൽ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ചിലപ്പോൾ ചെറിയ കാര്യത്തിൽ വിടാവുന്ന പോർഷൻ ആയിരുന്നു. ഞാനൊക്കെ ടൈം കുറവായത് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഭാഗത്തുനിന്ന് വരുമോ, ചെറിയ പോർഷൻ അല്ലേ എന്ന് പറഞ്ഞ് വിട്ട ഭാഗത്തുനിന്ന് വരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ഞാൻ റാങ്ക് ഫയലിലും കണ്ടിട്ടുണ്ട്. റാങ്ക് ഫയൽ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടായിരുന്നു ഞാൻ ആദ്യം ടെക്സ്റ്റ് അത് നോക്കിയത്. അത് നോക്കി പഠിച്ചിട്ട് പിന്നെ എക്സാം പോകുമ്പോൾ അതേ ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെയായിരുന്നു ഇന്റർവ്യൂവിന്റെ ക്ലാസ്. ഓരോ ജില്ലയിൽ ഇന്റർവ്യൂ കഴിയും തോറും നമുക്ക് ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റ് ചെയ്യായിരുന്നു. അത് ഏറ്റവും നന്നായി ഉപകരിച്ചിട്ടുണ്ട്. കാരണം ഓരോ ജില്ലയിലും ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മളോട് തന്നെ ആ ചോദ്യം ചോദിക്കുന്നത്, നമ്മളൊരു ആസ് എ PHI നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്പൊ നമുക്കത് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് അതിലൂടെ തന്നെ മനസ്സിലാക്കാം. അങ്ങനെ ഇന്റർവ്യൂ നമുക്ക് എളുപ്പമായി. പാലക്കാട് ജില്ലയിൽ 2nd റാങ്ക് ഞാൻ ആ ഒരു കാര്യത്തിന് ആദ്യമേ കൺഗ്രാറ്റ് ചെയ്യുവാണ്. ഫസ്റ്റ് 2nd റാങ്ക് വാങ്ങിച്ചതിന് അഭിനന്ദനങ്ങളാണ്. അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, എങ്കിൽ പോലും വീണ്ടും പറയുവാണ്. പിന്നീട് നമ്മളെ ഈ സെനിത്തിന്റെ ഒരു ആപ്പ് ഉണ്ടായിരുന്നല്ലോ, ആപ്പ് എത്രമാത്രം ബെനിഫിഷ്യൽ ആയിരുന്നു? ആപ്പിനകത്ത് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഇട്ട് തരുമായിരുന്നു. ക്വസ്റ്റ്യൻസ് നമുക്ക് ഫോളോ ചെയ്യാം. അപ്പൊ നമ്മൾ ഒരു ടൈം കഴിഞ്ഞാൽ കൂടെ നമുക്ക് എന്തെങ്കിലും തിരക്ക് കാരണം ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നീട് ആ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ കുറെ ക്ലാസ്സുകൾ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് എന്താ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. നമ്മൾ ബുക്ക് കാണാപ്പാടം പഠിച്ചിട്ട് നമുക്ക് ഒരിക്കലും എക്സാം എഴുതാൻ സാധിക്കില്ല. റിപ്പീറ്റഡ് ആയിട്ട് അത് വർക്ക്ഔട്ട് ചെയ്യാതെ പറ്റുള്ളൂ. അപ്പൊ അതിന് ഈ ആപ്പിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു. അതുപോലെ വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ്, അതെല്ലാം തന്നെ എല്ലാം നിലവാരമുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രമാത്രം നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മൾ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു തന്നതും. അത് ആ ഒരു ഡീപ്പിൽ പഠിച്ചത് കൊണ്ട് നമുക്ക് ഈ ചെറിയ ക്വസ്റ്റ്യൻ വന്നാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമല്ലോ. കാരണം എപ്പോഴും PSCയെ സംബന്ധിച്ചിടത്തോളം PSC ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു വർഷം ചോദിക്കുന്ന ചോദ്യത്തിന്റെ രീതി ആയിരിക്കില്ല മറ്റൊരു വർഷം. 2021 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചോദിച്ചേക്കുന്ന സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ്. എക്സാം
തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റിയതിലാണ് പറ്റിയെന്നുള്ള വലിയ സന്തോഷം. 21 ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് എത്രമാത്രം സ്റ്റേറ്റ്മെന്റ് ആണ്, എല്ലാം പാർക്കിലെ വരികളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ അത്രമാത്രം നല്ല രീതിയിൽ എന്താ പറയാ എക്സാം അത് നമ്മൾ നോക്കി കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് ആകെ ഒരു പകച്ചു പോകുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പബ്ലിക് ഇൻസ്പെക്ടർ എക്സാമോ അതുപോലെ തന്നെ കഴിഞ്ഞ ഹെൽത്ത് സർവീസ് എന്ന എക്സാമോ ഒക്കെ താരതമ്യേന ക്വസ്റ്റ്യൻസിന്റെ രീതിയിൽ കുറച്ചും കൂടെ ഒരു സിംപ്ലിസിറ്റി വന്നിട്ടുണ്ട്. എങ്കിലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? എപ്പോഴും കൺഫ്യൂസിംഗ് ആണ് ക്വസ്റ്റ്യൻസ്. എപ്പോഴും നമ്മൾ ഒറ്റയടിക്ക് ആൻസർ എഴുതാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതാണ് ചോദ്യത്തിന്റെ പ്രത്യേകത. ചെറുപ്പം മുതലേ ഒരു യൂണിഫോം ജോബ് ആഗ്രഹിച്ചത് കൊണ്ട് അതിലോട്ടെത്തി. ഓക്കെ യൂണിഫോം ജോബാണ് ഇവിടെയും സ്നേഹ ആഗ്രഹിക്കുന്ന യൂണിഫോം ജോബാണ്. അതിന് വേണ്ടിയിട്ട് ആർമിയുടെ കുറെ ടെസ്റ്റുകളൊക്കെ എഴുതിയിരുന്നു. തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ നാളെ നമ്മൾ ഈ പറഞ്ഞ പബ്ലിക്കിന് മുമ്പിൽ ഇറങ്ങി ജോലി ചെയ്യുമ്പോൾ നമ്മളൊരു ഡിഗ്നിറ്റി, നമ്മൾ യൂണിഫോമോട് കൂടിയാണ് അവർ മുമ്പിൽ ചെല്ലുന്നത്. അത് തന്നെ നമുക്കൊരു ഡിഗ്നിറ്റിയാണ്. തീർച്ചയായിട്ടും യൂണിഫോം അലവൻസ് ഉൾപ്പെടെ കിട്ടുന്ന ഒരു ജോബാണ് തെരഞ്ഞെടുക്കാൻ പോകുന്നത്. അതിപ്പോ ഓൾറെഡി 2ാമത്തെ റാങ്ക് ആയപ്പോൾ ഇപ്പൊ ഉടൻ തന്നെ മിക്കവാറും അഡ്വൈസും കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ വരും. ഉടൻ തന്നെ ജോലി കിട്ടാൻ എല്ലാ സാധ്യതയും ഇപ്പൊ ഉടൻ തന്നെ ഉണ്ടാവും. അപ്പൊ എന്തായാലും വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, 2 അനിയത്തിമാര്. അച്ഛനും അമ്മയും ഗവൺമെന്റ് സർവീസിലാണ്. എന്തായിട്ട്? അച്ഛൻ KSRTC കണ്ടക്ടർ ആയിട്ടും അമ്മ ബ്ലോക്ക് പഞ്ചായത്തിൽ OA ആയിട്ടും. അനിയത്തിമാരെ 2 പഠിക്കുന്നു. അപ്പൊ വീട്ടില് നമ്മളെ ഈ റാങ്കിലേക്ക് എത്താനായിട്ട് എങ്ങനെയാണ് സ്നേഹ പഠനക്രമമൊക്കെ എങ്ങനെയാണ്? വീട്ടില് സത്യം നല്ല സപ്പോർട്ടായിരുന്നു. ഒന്നാമത് ഞാൻ വർക്കിന് പോകുന്ന ഒരാളാണ്. ഞാനൊരു കോളേജിൽ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യും. എവിടെയായിരുന്നു? സ്നേഹ കോളേജ്. സ്നേഹ ഓക്കെ സ്നേഹയുടെ പേര് തന്നെയുള്ള കോളേജിലാണ് സ്നേഹ. പേര് കേട്ടാ സ്വന്തം കോളേജാണ് തോന്നുന്നു. ഇപ്പൊ ഈ അടുത്ത സമയത്ത് തുടങ്ങിയത് പിന്നെ സെൽഫ് ഫിനാൻസ് കോളേജ്. ഇപ്പൊ 1 വർഷം കഴിഞ്ഞു കോളേജിൽ അല്ലേ? ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞു. അപ്പൊ ഞാൻ ഒരു കൊല്ലമായിട്ട് ഒരു കോളേജിൽ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യണത് കൊണ്ട് അവിടെ കുട്ടികളെ പഠിപ്പിക്കുക. ഒപ്പം കെ പാർക്കിനെ നമ്മൾ പഠിച്ചു പോകുന്നത് എന്റെ ലൈഫിൽ വലിയൊരു ഇതായിരുന്നു. നമ്മുടെ സെനിത്ത് അക്കാഡമിയിലെ ക്ലാസ് ഈ റാങ്ക് നേടിയ പല നമ്മുടെ ഉദ്യോഗാർത്ഥികളും ഒരുപക്ഷെ അവര് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ഒരു ട്യൂട്ടർ കൂടിയായിരുന്നു. ശരിക്കും ഈ കോഴ്സിന് വന്ന് പഠിക്കുന്നവരിൽ ട്യൂട്ടേഴ്സും ഉണ്ട്, അല്ലാതെ വിദ്യാർത്ഥികളായിട്ട് അവരുടെ മുമ്പിൽ പഠിച്ചവരുണ്ട്. ഒരുപക്ഷെ ഞാൻ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ട്യൂട്ടേഴ്സിനെക്കാളിലും കൂടുതലായിരിക്കും ചിലപ്പോൾ റാങ്ക് വരുന്നത്, അല്ലെങ്കിൽ 1ാം റാങ്ക് വരുന്നത് അവർ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് തന്നെ ആയിരിക്കും. എനിക്ക് അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നേരത്തെയുള്ള പല ബാച്ചുകളിലും ട്യൂട്ടേഴ്സും അവരുടെ സ്റ്റുഡൻസും കൂടെ ക്ലാസ്സിൽ വന്നിരുന്നാലും ചിലപ്പം റാങ്ക് വരുമ്പോൾ ട്യൂട്ടേഴ്സിനെക്കാളും കൂടുതൽ റാങ്ക് സ്റ്റുഡൻസ് സ്കോർ ചെയ്യുന്ന കാണാം. അപ്പൊ എന്തായാലും ട്യൂട്ടേഴ്സിന് മിക്കവർക്കും ജോലി കിട്ടാറുണ്ട്. ഇപ്പോഴെന്താ ലാസ്റ്റില് നമ്മുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ മെറിൻ എന്ന് പറഞ്ഞൊരു കുട്ടി, അതും ഈ പറയുന്ന സെനറ്റിൽ വന്നതാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഏതാണ്ട് 19 അഡ്വൈസ് ഇതുവരെ നടന്നതിൽ 15 പേരും സെനറ്റിലെ സ്റ്റുഡൻസ് ആണ്. എവിടെ ചെന്ന് ചോദിച്ചാലും പറയും. അപ്പൊ കേരളത്തിലെ ചുരുക്കത്തില് ഏതെങ്കിലും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലൊരു നമ്മുടെ ഒരു മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനോ ചെന്നാല് അവിടെ എവിടെയെങ്കിലും സെനറ്റിലെ ഒരു ഉദ്യോഗാർത്ഥിയെ കാണാതിരിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത്രമാത്രം ഇപ്പൊ ഒരു 25 വർഷത്തെ ഒരു പാരമ്പര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 25 ഇയേഴ്സ് ആയല്ലോ. അപ്പൊ ഇത്രയും വർഷമായിട്ട് പഠിച്ചിറങ്ങിയതും അല്ലെങ്കിൽ സെനറ്റിൽ വന്ന് പഠിച്ച കുട്ടികളെല്ലാം തന്നെ ജോലിയിൽ കയറി അടുത്ത പ്രൊമോഷൻ പോസ്റ്റിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ അഭിമാനം തരുന്ന അല്ലെങ്കിൽ വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ശരിക്കും സെനറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു 25 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് എല്ലാം ഓരോ വർഷങ്ങളും ഉണ്ടാകുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ അഭിമാനം ഉണ്ടാക്കുന്ന റിസൾട്ടാണ്. മാത്രമല്ല അതിന് പിന്നിൽ നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ ഒരു പരിശ്രമം കൂടി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. നമ്മൾ സെനറ്റ് എല്ലാ കാര്യത്തിലും അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട്, ഗൈഡൻസ്, നല്ല ക്ലാസ്, നല്ല ഫാക്കൽറ്റി, നല്ല മെറ്റീരിയൽസ് ഇതെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിലും 50% 50-50 ആണ്. അതായത് 50% നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, 50% നിങ്ങൾ പഠിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാർഡ് വർക്കിന് പ്രത്യേകിച്ച് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ആ ഒരു ചിട്ടയായ പരിശ്രമത്തിന് ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദനങ്ങൾ പറയുകയാണ് സ്നേഹ. അപ്പൊ എന്തായാലും സ്നേഹയുടെ ഫ്യൂച്ചർ എൻഡിയറിൽ സ്നേഹയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നല്ല നല്ല പ്രൊമോഷൻസ് കിട്ടിയിട്ട് ഇപ്പൊ ആദ്യമായിട്ടാണ് പബ്ലിക് ഇൻസ്പെക്ടർ വരുന്നത്. വലിയൊരു മത്സര പരീക്ഷ ലക്ഷക്കണക്കിന് പേര് എഴുതുന്ന LD ക്ലർക്ക് പോലോ അല്ലെങ്കിൽ ഒരു ഓഫീസ് അറ്റൻഡർ പോസ്റ്റ് പോലോ ഒന്നും അല്ല. നമ്മുടെ സബ്ജക്ട് മാത്രം പഠിച്ചാൽ മതി. എങ്കിൽ പോലും നല്ല രീതിയിൽ ഈ എക്സാം എഴുതി ക്രാക്ക് ചെയ്ത് 2ാം സ്ഥാനത്തേക്ക് ആദ്യത്തെ തവണ തന്നെ 2ാം സ്ഥാനത്തേക്ക് വന്ന സ്നേഹയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അപ്പൊ എന്തായാലും സ്നേഹയ്ക്ക് നമ്മുടെ സെനറ്റ് അക്കാഡമിയുടെ വകയായിട്ട് ഒരു ഉപഹാരം കൂടെ നൽകുകയാണ്. ഓക്കെ മോളെ, താങ്ക് യു.